സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതാവുന്ന ജീവിതാവസ്ഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമുഖത്തെവിടെയോ ജീവിച്ചിരിപ്പുള്ള ഉപ്പയുടെ മുഖം കാണേണ്ടെന്നും അയാളെ എനിക്ക് വെറുപ്പാണെന്നും പറയുന്ന ഒരു മകളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിലെ പ്രതിസന്ധികളെ ഊതിപ്പെരുപ്പിച്ച് സങ്കടം നടിക്കുന്നവർ ബന്ദിയോട് പച്ചമ്പളത്തെ ബി ഫാത്തിമയുടെയും മകൾ മുംതാസിന്റെയും കഥയൊന്ന് കേൾക്കണം. ജന്മം കൊടുത്ത 3-ാം വർഷത്തിൽ ഒട്ടും പരിചിതമല്ലാത്ത പ്രദേശത്ത് നിരക്ഷരിയായ ഉമ്മയെയും മകളെയും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആ മനുഷ്യനെ പറ്റി അറിയണം. നിന്ന് തിരിയാനിടമില്ലാത്ത കുടിസുമുറിയിലെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകൾ കാണണം. സ്വീകരണ മുറിയോ ഡൈനിങ് ഹാളോ കുളിമുറിയോ പോയിട്ട് ഇരിക്കാൻ ഒരു കസേര പോലുമില്ലാത്ത 4 ചുമരുകളെ നിങ്ങൾ വീട് എന്ന് വിളിക്കുമോ എന്നറിയില്ല. ചെളിവെള്ളം അടിച്ചു കയറുന്ന വാതിലിനപ്പുറം 2 കല്ലുകൾ പാകിയ അടുപ്പ്, തൊട്ടടുത്ത് കൂട്ടിയിട്ട വിറക്, ഒരു ബെഞ്ച്. തീർന്നു. ഇത്രയുമാണ് ഒരുമ്മയുടെയും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെയും താമസ സ്ഥലം. വാക്കുകൾ കൊണ്ട് എങ്ങനെ പറഞ്ഞാലും ഈ നൊമ്പരങ്ങളെ വരച്ചു കാട്ടാനാവില്ല. സുഹൃത്തെ, ഇവിടെയാണ് സ്വന്തവും ബന്ധവും മറ്റുപോയ ഇവർ 2 പേർ കഴിഞ്ഞ 11 വർഷങ്ങളായി ജീവിക്കുന്നത്. പഠിച്ചവനെ, എന്തൊരവസ്ഥയാണിത്, എന്തൊരു ദുരിതമാണിത്. മംഗലാപുരം സ്വദേശിയായ ആരിഫ് 17 വർഷങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ തന്നെ ബി ഫാത്തിമയെ വിവാഹം കഴിച്ച് ഉപ്പളയിലേക്ക് കൊണ്ടുവന്നത്. മകൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ പച്ചമ്പളയിലെയും മുറിയിൽ കൊണ്ടുചെന്നാക്കി ഒരു പ്രഭാതത്തിൽ അയാൾ യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയതാണ്. പിന്നീട് കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ 2 മനുഷ്യ സ്ത്രീകൾ ജീവിച്ചെന്നോ മരിച്ചെന്നോ അയാൾ അന്വേഷിച്ചിട്ടില്ല. കത്തുപാട്ടുകൾ കേട്ട് വിരഹത്തെപ്പറ്റി കണ്ണീരൊടുക്കുന്നവർ ഇതറിയുന്നുണ്ടോ? ലോകപരിചയമില്ലാത്ത, ശരിക്കും മലയാളം സംസാരിക്കാൻ അറിയാത്ത, ഉറ്റവരും ഉടയവരുമില്ലാത്ത ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ 3 വയസ്സുള്ള പെൺകുട്ടിയുടെയും അവളുടെ ഉമ്മയുടെയും ചിത്രം മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അവളുടെ നിലവിളി കേട്ട് കറുത്തുപോയ ചുമരുകൾക്കുള്ളിൽ സങ്കടങ്ങൾ വായിക്കാനാവുന്നുണ്ടോ? അതിനുശേഷം മരിക്കാതിരിക്കാനായി അവർ അനുഭവിച്ച ത്യാഗങ്ങളെക്കാൾ വലിയ എന്ത് ജീവിത പാഠമാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയുക? മകളുടെ വിശപ്പിന്റെ വിളി കേട്ട് നിൽക്കാനാവാതെ രാത്രിയും പകലും ബീഡി തീർത്ത് ബി ഫാത്തിമ അറിയാവുന്ന വിധത്തിൽ ജീവിതത്തോട് പൊരുതി. അടുപ്പ് പുകച്ചു, മുറിയുടെ വാടക കൊടുത്തു. ബീഡി തെറുപ്പിലെ വരുമാനം തികയാതെ വന്നപ്പോൾ അവർ അടുത്തുള്ള തോട്ടത്തിൽ കൂലിപ്പണിക്ക് പോയി. മുംതാസിനെ സ്കൂളിൽ ചേർത്തു. 2 പേർ നിന്നാൽ വീർപ്പമുട്ടുന്ന ഈ കുടിസുമുറിയിൽ മുംതാസ് എന്ന രാജകുമാരിയെ അവർ വളർത്തി. പക്ഷെ വിധി പിന്നെയും ദുരന്തങ്ങളുമായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമിത വേഗതയിൽ വന്ന ബൈക്ക് മുംതാസിനെ ഇടിച്ചു വീഴ്ത്തിയത്. കുഞ്ഞിളം കാലിലേക്ക് കയറിയിറങ്ങിയ ബൈക്കിന്റെ ചക്രം അവളുടെ അസ്ഥികളെ പല കഷ്ണങ്ങളായി നുറുക്കി. മംഗലാപുരം വെള്ളൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷനും 3 മാസത്തെ ആശുപത്രിവാസവും. സന്ദർശകരായി ആരും വരാത്ത വാർഡിലെ മറ്റു രോഗികളാണ് അവർക്ക് അത്രയും കാലം ഭക്ഷണവും മരുന്ന് വാങ്ങാനുള്ള പണവും നൽകിയത്. അത്രമേൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും? മുംതാസിന്റെ കാലിൽ ഘടിപ്പിച്ച സ്റ്റീൽ ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടില്ല. സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ പലവട്ടം പേശികൾ പിണങ്ങും. അസഹനീയമായ വേദനയിൽ ആരും കാണാതെ അവൾ കരയും. പല ജന്മങ്ങളുടെ ദുരിതങ്ങൾ ഒറ്റയ്ക്കനുഭവിച്ച ഉമ്മയോടാണോ ആരോടാണ് അവൾ തന്റെ സങ്കടങ്ങൾ പറയേണ്ടത്? പല്ലുകൾ പകുതിയും കൊഴിഞ്ഞ, സംസാരത്തിനിടയിൽ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ബി ഫാത്തിമ എന്ന സ്ത്രീക്ക് 36 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ദുരന്തങ്ങൾ വാങ്ങി ചെറിയ പ്രായത്തിൽ തന്നെ വൃദ്ധയായി മാറിയ ഈ ഉമ്മയുടെ മുഖം മനസ്സിൽ നിന്ന് എങ്ങനെയാണ് മായ്ച്ചു കളയാൻ കഴിയുക? തിരിച്ചടികൾ കൊണ്ട് ഉടഞ്ഞുപോയ ഈ ശരീരം ഇന്ന് രോഗങ്ങളുടെ പരീക്ഷണശാലയാണെന്ന് കൂടി അറിയുക. നെഞ്ചിലും വയറിലും വേദനകളുണ്ടാക്കി വിധി അവരാക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടെ തോട്ടം പണി നിന്നു. വീണ്ടും ബീഡിപ്പാത്രം കയ്യിലെടുത്തു. എന്നാൽ അവരുടെ വിരലുകൾ ഇപ്പോൾ പഴയതുപോലെ ചലിക്കുന്നില്ല. ആഴ്ചയിൽ 100 രൂപക്കുള്ള ബീഡി മാത്രമാണ് തെറുക്കാൻ കഴിയുന്നത്. സഹായത്തിനായി കൈനീട്ടുന്നതുകൊണ്ടാണ് മരിക്കാതെ അപമാനിക്കപ്പെടാതെ ഈ ഉമ്മയും മകളും ജീവിക്കുന്നത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മകളെ മുറിയിൽ താഴിട്ട് പൂട്ടി പുറത്തേക്ക് പോകുന്ന ബി ഫാത്തിമയുടെ രംഗം ഒന്നോർത്തു നോക്കൂ. കിട്ടുകഥയല്ല കൂട്ടുകാരാ, ചുറ്റുമുള്ള ലോകത്തെ അവർക്ക് അത്രമേൽ പേടിയാണ്. പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ച കാണുമ്പോൾ ഏതുമ്മയാണ് അത് ഭയപ്പെടാത്തത്? മുംതാസ് എന്ന തന്റെ രാജകുമാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ബി ഫാത്തിമയ്ക്കൊരു ജീവിതമില്ലല്ലോ. അല്ലെങ്കിലും ഏറ്റവും വിലപ്പെട്ടതിനെ താഴിട്ട് പൂട്ടുകയാണല്ലോ നമ്മുടെയും പതിവ്. ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ഉപേക്ഷിച്ചു പോയ, ആശുപത്രി കട്ടിലിലെ വേദനയിൽ അരികിലെത്താത്ത, കരയുന്ന നേരങ്ങളിൽ ചേർത്തു പിടിക്കാത്ത മുംതാസിന്റെ ഉപ്പയെ വിശേഷിപ്പിച്ചാൽ ക്രൂരത എന്ന പദം പോലും ലജ്ജിച്ച് തലതാഴ്ത്തും. ആ മനുഷ്യനെയാണ് അവൾ ഇന്ന് ഏറ്റവും അധികം വെറുക്കുന്നത്. എനിക്ക് ഉമ്മയെ മാത്രം മതിയെന്നാണ് അവൾ ബി ഫാത്തിമയെ ചേർത്ത് പിടിച്ചു പറയുന്നത്. ഉമ്മയെക്കുറിച്ച് പറയാൻ അവൾക്ക് 100 നാവാണ്. ദുഃഖങ്ങളേറെ അനുഭവിച്ചാലും നിങ്ങൾ ഭാഗ്യവതിയാണ് ബി ഫാത്തിമ. ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു മകളെ ഭൂമിയിൽ മറ്റൊരുമ്മയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല. സ്റ്റഡി റൂമിന്റെയും ലാപ്ടോപ്പിന്റെയും സൗകര്യങ്ങൾ പോരെന്ന് വാശി പിടിക്കുന്ന പെൺമക്കളുടെ ഉപ്പമാർ ഒന്ന് കാണണം. ഒരു 8-ാം ക്ലാസ്സുകാരിയുടെ വീടിന് തകർത്തണം. എന്നിട്ടും ഈ വേദന ആർക്കു മുന്നിലും കാണിക്കാതെ മിടുക്കിയായി പഠിക്കുന്നതിന്റെ വിജയരഹസ്യം. മഴ കൂരിച്ചൊരിയുമ്പോൾ അകത്തേക്ക് കയറുന്ന ചെളിവെള്ളത്തിന് നടുവിൽ ഒരു കിടക്കയും കട്ടിലുമില്ലാത്ത ഈ വാടകമുറി. കുളിക്കാൻ വേണ്ടി അയൽ വീടുകളിലേക്ക് നടന്നു പോകുന്ന, അവിടെ തന്റെ ഊഴത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു 14 വയസ്സുകാരിയുടെ മാനസികാവസ്ഥ.
അടുപ്പ് കത്തിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലുള്ളവർ വഴക്കടിക്കുന്നതിന്റെ നൊമ്പരം, സ്കൂളിനും ഈ മുറിക്കും പുറത്തുള്ള ഒരു ലോകവും കണ്ടിട്ടില്ലാത്ത അവളുടെ സ്വപ്നങ്ങൾ. എന്നിട്ടും ബി ഫാത്തിമക്ക് പഠിച്ചവനോട് പരാതിയില്ല, ആരോടും പരിഭവങ്ങളില്ല. പക്ഷേ നെഞ്ചുവേദനയേക്കാൾ ആഴത്തിൽ ഒരു മുറിവ് ആ മനസ്സിലുണ്ട്. അത് മുംതാസ് എന്ന തന്റെ മകളാണ്. അവൾക്ക് വേണ്ടി മാത്രം ഒരു കൊച്ചുകൂര വേണം. എന്നിട്ട് വേണം അവരുടെ കൂട്ടുകാരികളെ അഭിമാനത്തോടെ തന്റെ വീട്ടിലേക്ക് വിളിക്കാൻ. പക്ഷെ ചോദിക്കേണ്ടത് ആരോടാണെന്ന് മാത്രം അവർക്കിപ്പോഴും നിശ്ചയമില്ല. ക്യാമറമാൻ നാസർ മാനിയോടൊപ്പം ഖയ്യൂം മാന്യ, ഈ വിഷൻ ന്യൂസ്.